സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ മെയിനായിട്ട് നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളോട് തന്നെ എന്താ പറയുക, ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ റീസൺ ഫോർ മൈ സ്ട്രെസ്? എനിക്ക് എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, എനിക്ക് പരീക്ഷയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ട്രെസ്സ്. പരീക്ഷ കാരണമാണ് എനിക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം മനസ്സിലായി, അപ്പോൾ പരീക്ഷ കാരണമാണ് എനിക്ക് വരുന്നത്. സെക്കൻഡ്, ഇനി ഈ പ്രശ്നം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ ഐ ഡു ടു റിഡ്യൂസ് ദി സ്ട്രെസ്? അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. അപ്പം ബാക്കി എല്ലാ സബ്ജക്ട്സും ഓക്കെയാണ്. ഈ ഈസി അല്ലാത്ത കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. തേർഡ് കാര്യം, ഈ സിറ്റുവേഷനിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അപ്പം എക്സാം വരും, അത് ഞാൻ എന്തായാലും എഴുതണം. ഇവിടെ എനിക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഞാൻ നന്നായിട്ട് പഠിക്കുമോ, പഠിക്കില്ലേ, എത്രത്തോളം പഠിക്കും, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാം. അപ്പം നമുക്കവിടെ എന്താണ് വേണ്ടത്? നന്നായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങും. സോ അത് മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. മാർക്ക് ഇടുന്ന സാറുമാരെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സാറിനെയോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പഠിത്തമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്തു? കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഞാൻ എങ്ങനെ ഡീൽ ചെയ്തു? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഞാൻ അത്ര നന്നായിട്ട് പഠിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ നന്നായിട്ട് ഞാൻ കുറച്ചും കൂടെ പഠിക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒട്ടും പഠിച്ചില്ല, അപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഇപ്രാവശ്യം കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കാര്യം എന്താണ്, ഇതിനെക്കുറിച്ച് എനിക്ക് ആരോട് ചോദിക്കാം? ഈ എന്താ പറയുക, ഈ ഒരു എൻ്റെ ഇപ്പോഴത്തെ ഈ എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ആരോട് എനിക്ക് ഹെൽപ്പ് ചോദിക്കാം? എക്സാമിൻ്റെ കേസ് ആയതുകൊണ്ട് ട്യൂഷൻ ടീച്ചർ, ബോധമുള്ളൊരു സീനിയർ, പഠിപ്പിച്ച് തരാൻ അറിയുന്നൊരു ക്ലാസ്മേറ്റ്, പേരൻസ്, ടീച്ചേഴ്സ്, സോ എനിബഡി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട നമ്മുടെ സ്ട്രെസ്സ് മാറ്റാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ എക്സാമിൻ്റെ കേസിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറെ എക്സാമ്പിൾസ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുക.